നട്ടപ്പൊരി വെയിലത്ത് നമ്മ അടുത്തേക്ക് പോകുന്നു മാട്ടൂല്ലേ പെറ്റ് സ്റ്റേഷനിലേക്ക്. ഉച്ചക്ക് തന്നെ ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ആ ഒരു അമ്മമാരുടെ കടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അകത്തോട്ട് കയറി. ആടെ പോകുമ്പോ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് 2 ആൾക്കാർ, ഒരു വെള്ളക്കുതിര ഒരു കറുപ്പുതിര. അതിന്റെ പേരെന്താന്ന് നമുക്കറിയില്ല, നേരെ അവിടെ കണ്ടതാന്ന് അതിന്റെ പേര്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മ നേരെ അടുത്ത് കയറി. ഉള്ളി കയറിയാലും കൊറേ താറാവ്, ആമ, അരിയനും ഇങ്ങനെ അതിനെല്ലാം കണ്ടതിന് ശേഷം ചൂണ്ടിട്ടെല്ലാം പറയുന്നത് കണ്ട താറാവിനെ കണ്ടോന്നെല്ലാം പറഞ്ഞു. വെറൈറ്റി താറാവ് നമ്മൾ സാധാരണ കാണുന്ന താറാവ്, അതുകൊണ്ടാണ് നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിട്ട്. കൊറേ ടൈപ്പ്. ഇതൊരു വലിയ മീനെ കണ്ടാ, അതിന്റെ പേരെന്ന് വലു അരവര. ഞാനൊന്നും പറയുന്നില്ല, ബാക്കി പറ. പിന്നെ നമ്മള് മുഷുവിനെ കണക്കത്ത മീനെല്ലാം കണ്ട്. പിന്നെ കൊറേ പക്ഷികള് അതിന്റെ കാലെല്ലാം അതിന് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അങ്ങനെ, പക്ഷേ നമ്മളെ പറ്റിച്ച. പിന്നെ ഈ പക്ഷികളെ എന്തോ ഒറ്റപ്പാടാക്കുന്നോണ്ട് അതിന്റെ കാൽപാതെല്ലാം നോക്കി നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചത്. പിന്നെ അരയന്നം. ഇത് നീന്തല് പേരെന്താന്നമ്മ? ഓസ്ട്രേലിയയിലെല്ലാം വന്നേന്ന്. ഫുൾ കൊറേ ഇമ്പോർട്ടഡ് ഐറ്റംസാ. നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നല്ലേ. അതിന്റെ കൂടെല്ലാം കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിട്ടേ. ഒരു അറേഞ്ച് ചെയ്തതും നല്ല ഹൈജീൻ അല്ലേ. അതെ അതെ. സ്മെല്ലൊന്നും ഉണ്ടായില്ല. പൊതുവെ നമ്മ കാണുന്ന സൂവിന്റെ ആ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലൊന്നും ഉണ്ടായില്ല, നമ്മള് പ്രതീക്ഷിച്ചു. പിന്നെ നമ്മളെ ഫ്രണ്ട് അതേ തക്കു, ഞാനൊന്നും പറയുന്നില്ല. എല്ലാത്തിനും പോയി കൈ കൊണ്ട് തൊട്ടോക്കും. ഇതാ നിങ്ങൾ സ്ഥിരം പരിപാടിയാണ്. അതെ അതെ. കുഞ്ഞി പശു. ഇതാണ് മോസ്റ്റ് എന്റർടൈനിങ് പാട്ടല്ലേ. അതെ, നല്ല രസമുണ്ടായിരിക്കും. ഒറ്റക്ക് തന്നെ സംസാരിക്കും. കണ്ടോ നിങ്ങൾ എല്ലാരും ഇങ്ങനെ വായന നോക്ക് 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 നോക്ക്. കൊറേ നേരം ഇങ്ങനെ സംസാരിച്ചിനോ നമ്മളോട്. അതെ, നമ്മളോടല്ല ബാലുവിനോട്. എന്നിട്ട് ധ്യാനത്തിലിരിക്കുന്ന ഒട്ടകപ്പക്ഷി അതിനെ പോയി കിളുമ്പാൻ പോയി വിളി പേടിച്ചിട്ട് അത്ര നോക്കില്ല. ഒട്ടകത്തിനെ കണ്ട് പിന്നെ എമു. ഈ എമു എന്നെ കൊത്താൻ വന്നില്ല, അല്ലാണ്ട് അപ്പോഴേക്ക് ഞാൻ ഓടി. അത് കട്ട് ചെയ്ത് നമ്മള് ഇതെന്ത് ഷീപ്പ് ചൂണ്ടുന്ന. അത് ആരോടും ഒന്ന് വർത്താനം പറയുന്നതാണ്. അപ്പുറത്തെ അയൽവാസം തക്കാളി. ഇനി വെറൈറ്റി ഒരു ഇതുണ്ടായി. പിന്നെ ഒരു ഏട്ടൻ പാമ്പെല്ലാം പിടിച്ചു ബാലു എടുത്തു. പാമ്പിനൊക്കെ എടുക്കാൻ ധൈര്യമില്ല, ഇതന്നെ പേടിച്ചിട്ടാ. ഇല്ല ഗൈസ്, ആദ്യൊരു ഭയം. അതെ അതെ, കൊറേ ഷോ എല്ലാം ഇറക്കി അതിനെ കൊണ്ട്. എന്റെ ഏട്ടാ എടുക്ക കുഴപ്പന്നെ. പിന്നെ കൊറേ പട്ടികള് എന്തായിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ടാണ്. അവര് രാവിലെ അല്ല വൈകുന്നേരം അവരെ ഇറക്കി വിടുന്നോണ്ട് ഭയങ്കര ടയേർഡ് ആയിരിക്കും രാവിലെ ആവുമ്പം. അതുകൊണ്ട് അവരെല്ലാം ഉറക്കമായിരിക്കും. ഹസ്കി എല്ലാ കുട്ടന്മാരും. പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് രസാ എക്സ്പ്രഷൻ. തന്നെ നല്ല ഉറക്കം. ഒരാള് നമ്മളെ മൈൻഡാക്കിയില്ല. പക്ഷെ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ടായി. ഇവന് പേരും നമുക്കത്ര നോക്കിയിട്ടില്ല, ശ്രദ്ധിച്ചില്ല. പിന്നെ ബാലുവിന് എക്സ്പ്രഷൻ ഇടാൻ വേണ്ടി ഒരു സാധനം അതാ. ഓൻ നല്ലോണം എന്നെ മൈൻഡാക്കിനെ. പക്ഷെ പിന്നെ ഷോ ഇടുന്നു, വീഡിയോ എടുക്കുമ്പോൾ ഓന്റെ ഷോ. ഇതിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഭയങ്കര വർക്കൗട്ടിങ് ആണ്, ഭയങ്കര വർക്കൗട്ടിങ്. ഓനെ ഞാൻ കൈ കൊണ്ട് വിളിച്ചപ്പോ വന്നിനി. ഓനെ വിചാരം ഞാൻ എന്തോ കൊടുക്കുന്നു. ഇവിടെ ആരെ വിളിച്ചാൽ ഇവിടെ എല്ലാരും വരും. ആമകൾ. ഇതാണ് തക്കുവിന്റെ ഏറ്റവും കറേജിയസ് പെർഫോമൻസ്. അതെ അതെ അതെ. ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന തക്കു. പറയുന്നാക്ക് പിന്നെ ഭയങ്കര ധൈര്യം. കണ്ടോ നിങ്ങൾ കാണണത് ഇല്ല. കണ്ടോ ഭയങ്കര ധൈര്യം. അത് പിന്നെ ആദ്യമായിട്ടാണ്. പിന്നെ ഞാൻ കൈയിട്ടപ്പോ ഞാൻ ഇങ്ങനെ കൈയെല്ലാം വെച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തായിരുന്നു. പക്ഷെ ഇവക്ക് അന്നേരം ഇങ്ങനെ കൈയിടുക, അയ്യേ എനിക്ക് ഞെട്ടാവുന്നല്ല എന്തോലെ. ഇങ്ങനെ കൈക്ക് വന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു സക്ക് ചെയ്യുന്ന പോലെ, ഒരു കിസ് ചെയ്യുന്ന പോലത്തെ ഒരു. പിന്നെ ഇഗ്വാന കൊറേ ടൈപ്പ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് കൂട്ടുള്ളത്, തലക്ക് എന്നാ തലക്ക് പീലിയ വിശറി കണക്കുന്ന സാധനം എനിക്കറിയില്ല. കൊറേ ടൈപ്പ്, കൊറേ ഫെദേഴ്സ് ഉള്ളത്. നല്ല രസം ഉണ്ടായിരുന്നു പാവിനെല്ലാം. പിന്നെ സുന്ദരികളായ നമ്മളെ പോലെ കുറച്ച് സൗന്ദര്യം നല്ല ക്യൂട്ടായിട്ടുള്ള കൊറേ മീൻ. ഇത് നമ്മളെ മറ്റേ കാർട്ടൂണിലെല്ലാം കാണുന്ന ടൈപ്പ് ഓഫ് മീൻ. പിന്നെ ഒരു വലിയ സാധനം, പിന്നെ വെള്ളപ്പാമ്പ്, പച്ചപ്പാമ്പ്, കുഞ്ഞു എലികളും കൊറേ ടൈപ്പ് എലികളും ഉണ്ടായിരുന്നു. ഇത് ഉമ്പിച്ച് എലീനെല്ലാം കാണാം, ചെറുത് ഉമ്മണാച്ച്. അതെ അതെ. ഇനിയും ഉണ്ടല്ലേ ഇവരെ ഒരു കൂട്ടം വരാനുണ്ട്. ഇതേ വറ പിടിച്ചൊരു സാധനം. എന്നാ ഭയങ്കര മടി കാണുന്ന മോയിലെ പോലെ ഉണ്ടല്ലോ. മോയിലിന്റെ സെക്ഷനിലാണല്ലേ അത്. നല്ല എല്ലാം ഇത് എന്ത് മുഖം പോലും കാണുന്നുണ്ടായില്ല. എല്ലാം ഉറക്കന്നെ. ഉച്ചയാകുമ്പോ എല്ലാരും ഉച്ച ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. അതെ, നമ്മള് മാത്രമേ ഒറ്റ മൈൻഡ്. ഇതേ പല്ലിക്കുട്ടൻ. വേറെ ഒരു സാധനം ഉണ്ട്, ഞാൻ ഇങ്ങനത്തെ ഒരു സാധനത്തിനെ കണ്ടിട്ടാ. നമ്മള് ചീറ്റപ്പുലിന്റെ വാലു.
പിന്നെ വേഴാമ്പലി അത് ഒറ്റക്കണ്ട. നടന്നു പോകുന്ന വഴിയില് സൈഡിലെല്ലാം കൊറേ മീനുണ്ടായിനല്ലേ, എന്തല്ലോ അവര് നീ പറഞ്ഞ കൊറേ നിരക്ക് നിൽക്കുന്ന എലികള്. പിന്നെ എന്താ ഒരു കയ്യാനാവുമ്പോ ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഷോപ്പ് ഹോട്ട് വീൽസും കുറെ ഇൻട്രസ്റ്റിംഗ് വൈബ്സ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ. നമ്മള് കുറച്ച് സാധനങ്ങൾ വാങ്ങി പുറത്തു പോയി ഒന്ന് ജസ്റ്റ് അതിന്റെ ഫ്രണ്ടിലെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചാൽ വിചാരിച്ചു. പിന്നെ നമ്മള് പുറത്തിറങ്ങിയതിന് ശേഷം പൈനാപ്പിള്, ചൗ പിന്നെ എന്താ മാങ്ങ എല്ലാം കഴിച്ചു. ഒന്നും കുറച്ചില്ല. പിന്നെ കോലി സോഡ, ഞാൻ ജീരകം മേടിച്ചു, ഞാൻ പൈനാപ്പിൾ വാങ്ങിച്ചു. അപ്പോ ക്ഷീണം നടന്നതിന്റെ ക്ഷീണം ഇങ്ങനെ നടന്ന് കാണാനെല്ലാം ഉണ്ട്. അതിന്റെ ക്ഷീണം നമ്മൾ അവിടെ കുറച്ചേരം ഇരുന്ന് തീർത്തു.